ജീവിത ദുരിതങ്ങളോട് പടവെട്ടുന്ന അമ്മയ്ക്കും മകൾക്കും കരുതലിന്റെ കൈനീട്ടവുമായി ലുലു ഗ്രൂപ്പ്. തൃശൂർ വരടിയം സ്വദേശിയായ ജെയ്സമ്മ മാത്യുവിനും 8ാം ക്ലാസ്സുകാരി മകൾക്കും അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തിയുറങ്ങാം. ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫലിയുടെ ഇടപെടലിലൂടെയാണ് സ്വപ്ന സാക്ഷാത്കാരം. കാഴ്ചയില്ലാത്ത ജെയ്സമ്മയ്ക്ക് ലോട്ടറി വിൽപ്പനയാണ് ഉപജീവനമാർഗം. ചെറുപ്പത്തിൽ പോളിയോ ബാധിച്ചതിനാൽ വലതുകൈക്ക് ബലഹീനതയുമുണ്ട്. വിവാഹം കഴിഞ്ഞ് 2 കുട്ടികളായെങ്കിലും ദാമ്പത്യം ഏറെ നീണ്ടില്ല. ഭർത്താവ് മൂത്ത മകനെയും കൂട്ടി പോയതോടെ ജെയ്സമ്മയുടെ ജീവിതം കൂടുതൽ ഇരുട്ടിലായി. കാഴ്ചയില്ലാത്ത ജെയ്സമ്മയ്ക്ക് ഇന്ന് കണ്ണായി കൂടെയുള്ളത് മകൾ നീരജ മാത്രം. റോഡരികിൽ ഇരുന്ന് ലോട്ടറി വിൽക്കാൻ മകളാണ് ഏക സഹായം. അമ്മയെ സുരക്ഷിതമായി നഗരത്തിലെത്തിച്ചിട്ടേ നീരജ സ്കൂളിൽ പോകാറുള്ളൂ. ഭിന്നശേഷി കുട്ടികളെ പഠിപ്പിക്കുന്ന താൽക്കാലിക ജോലി ജെയ്സമ്മയ്ക്ക് ആശ്വാസമാണ്. പകൽ സ്കൂളിലെ ജോലിയും പിന്നീട് ലോട്ടറി കച്ചവടവുമാണ് വരുമാനം. ഉള്ളതെല്ലാം സ്വരുക്കൂട്ടി വീടും വസ്തുവും വാങ്ങിയെങ്കിലും ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ അന്തിയുറങ്ങാൻ കഴിയാതെ വന്നു. തുടർന്ന് വാടക വീട്ടിലേക്ക് മാറുകയായിരുന്നു. വീടിന്റെ വാടകയായി 6500 രൂപ പ്രതിമാസം കൊടുക്കണം. ഇതോടെയാണ് ജെയ്സമ്മയുടെ കഷ്ടത വാർത്തയായത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫലി ഇടപെട്ടു. ജെയ്സമ്മയുടെ പേരിലുള്ള 5 സെന്റ് സ്ഥലത്ത് അടച്ചുറപ്പുള്ള വീട് പണിയാൻ എം.എ. യൂസഫലി നിർദ്ദേശം നൽകി. ജെയ്സമ്മ ചേച്ചിയുടെ ദുരിതകഥ. ചേച്ചി ഈ കാഴ്ച പരിമിതിയുള്ള സമയത്തും ശരീരത്തിന് ഇത്ര വൈകല്യങ്ങളുള്ളപ്പോഴും ജീവിക്കാൻ വേണ്ടി പോരാടുന്ന ചേച്ചിയുടെ കഥ ലണ്ടനിൽ വെച്ച് കഴിഞ്ഞ ദിവസമാണ് യൂസഫ് അലി സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അന്വേഷിച്ചു അദ്ദേഹത്തിന് റിപ്പോർട്ട് നൽകി. ഉടനെ അവരെ വീട് എത്രയും പെട്ടെന്ന് പുതിയൊരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അപ്പോൾ യൂസഫ് അലി സാറ് അതിന് എത്ര ചെലവ് വരുന്നോ അത് ഇതാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനോട് ചെലവഴിച്ച് എത്രയും പെട്ടെന്ന് ഇവരെ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റണമെന്നാണ് അദ്ദേഹം ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. ലുലു ഗ്രൂപ്പ് ഇന്ത്യ പ്രോജക്ട് ഡയറക്ടർ ബാബു വർഗീസ്, ലുലു IT സൈബർ പാർക്ക് ഡയറക്ടർ ആൻഡ് CEO അഭിലാഷ് വലിയവളപ്പിൽ, ലുലു ഗ്രൂപ്പ് ഇന്ത്യ മീഡിയ ഹെഡ് NB സ്വരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ ജെയ്സമ്മയുടെ വീട് സന്ദർശിക്കുകയും വീടിന്റെ നിലവിലെ അവസ്ഥ പരിശോധിക്കുകയും ചെയ്തു. കട്ട്ളയും ജനാലയും മേൽക്കൂരയുമടക്കം തകർന്നു വീഴാറായ നിലയിലാണ് വീട്. പുതിയ വീടിന്റെ നിർമ്മാണം ഉടൻ തുടങ്ങുമെന്ന് ലുലു ഗ്രൂപ്പ് പ്രതിനിധികൾ പറഞ്ഞു. ഞാൻ വീട് മനസ്സിലാക്കിയത് ഇതിൻ്റെ റൂഫ് മഹാമോശമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരു ചെറിയ നല്ല വീട് പണിയണമെന്ന് ആഗ്രഹം. ഞങ്ങളുടെ ചെയർമാൻ യൂസഫായി ഈ വിവരം അറിഞ്ഞിട്ട് ഞങ്ങൾ ഉടനെ പോയി നോക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഉടനെ വേണ്ടി ചെയ്യും. ഞങ്ങളുടെ എസ്റ്റിമേറ്റ് ഒരു 10-15 ലക്ഷം രൂപയ്ക്ക് ചെറിയൊരു നല്ല വീട് ചേച്ചിക്കും അഥവാ ടീച്ചർക്ക് താമസിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് ശരിയായി കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് വേണ്ട നടപടികൾ ഇന്ന് മുതൽ തുടങ്ങുന്നതാണ്. ഇത് ഈസ്റ്ററിൻ്റെയും വിഷുവിൻ്റെയും ഒരു സമ്മാനമായിട്ട് ടീച്ചറിനും ലുലു കൊടുക്കുന്നതാണ്. നിർദ്ദേശപ്രകാരം സ്വരാജ് എന്നെ വിളിക്കുന്നു. ഇങ്ങനൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതിൻ്റെ വീടിൻ്റെ അവസ്ഥ ഒന്ന് നോക്കണം. അപ്പോൾ ബാബു സാറും പ്രൊജക്ട് ഡയറക്ടറായിട്ടുള്ള ബാബു സാറും കൂടെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കി കണ്ട് പുള്ളിക്ക് അതിന് റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ള നിർദ്ദേശപ്രകാരമാണ് വന്നത്. അപ്പോൾ ഈ വിഷുവിൻ്റെ ദിവസത്തിൽ ഇത്രയും നല്ലൊരു സൽക്കർമ്മം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടതിൽ സന്തോഷമുണ്ട്. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. ഞാൻ അവിടെ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഈ കാക്കനാടൊക്കെ ഞാൻ പോയി പല സ്ഥലങ്ങൾ അന്വേഷിച്ചാണെങ്കിൽ ഈ നമ്പർ കിട്ടാനൊക്കെ ആയിട്ട്. പക്ഷെ എനിക്ക് കിട്ടിയില്ല. അത് എൻ്റെ വിധി ഇപ്പോഴാണ്. യൂസഫ് സാറിന് കാണാനുള്ള ഒരു ഭാഗ്യം, എനിക്കൊരു ഭാഗ്യം ഉണ്ടായി. അതുകൊണ്ട് സാർ അത് കണ്ടു. സാറിന് നന്ദിയല്ലാണ് എന്താ ഞാൻ പറയുക. കൃത്യം നന്ദിയേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല.